ഹലോ, ഗുഡ് മോർണിംഗ് സർ. മറുപുറത്തു നിന്നും നിഹാരികയുടെ ശബ്ദം കേട്ടു. ആ, ഗുഡ് മോർണിംഗ് നിഹാരിക. പറയൂ, അവൻ ഉറക്കച്ചടവോടെ പറഞ്ഞു. സർ, ഇന്ന് താങ്കൾക്ക് ഓഫീസിൽ വരാൻ പറ്റുമോ? എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നിഹാരിക ഗൗരവത്തോടെ പറഞ്ഞതും ഋഷി തന്റെ കണ്ണുകൾ തിരുമ്മി ഉറക്കച്ചടവ് മാറ്റി. ഓക്കെ, ഞാൻ 10 മണിക്ക് അവിടെ എത്താം. അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് ഋഷി തന്റെ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം രാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തു. നാഗപത്നി. അവൻ ആ പേര് വീണ്ടും ഉച്ചരിച്ചു. തലേന്ന് രാത്രി മുഴുവൻ ശ്രമിച്ചിട്ടും ആ പച്ചമരുന്ന് എവിടെ നിന്ന് കിട്ടുമെന്ന് കണ്ടെത്താൻ കഴിയാത്തത് ഋഷി അല്പം നിരാശനാക്കിയിരുന്നു. ഈ ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കാനുള്ള ത്വര കൂടിയിട്ട് തന്റെ മറ്റ് ബിസിനസ്സുകൾ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അത് ശരിയാവില്ല എന്ന് ഋഷിക്ക് തോന്നി. അതുകൊണ്ട് നാഗപത്നി എന്ന ചിന്ത മാറ്റിവെച്ച് നിഹാരികയോട് പറഞ്ഞതുപോലെ ഋഷി ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും ഓഫീസ് ജോലിക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷം ഋഷി തന്റെ ഓഫീസ് മുറിയിലെത്തി നിഹാരികയെ വിളിച്ചു. ഹായ് സർ. അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ വിഷ് ചെയ്തതും ഋഷി ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. സർ, ഇന്നത്തെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു ഷോ തുടങ്ങണോ വേണ്ടയോ എന്ന ആലോചനയിലാണ്. സപ്പോസ് നമ്മൾ പുതിയ ഷോ തുടങ്ങി വെച്ചാലും അതിനായുള്ള ടെക്നിക്കൽ സൈഡെല്ലാം ഓൾറെഡി ക്ലിയർ ആണ്. പക്ഷേ ഒരു കാര്യം മാത്രമാണ് പ്രശ്നം. നിഹാരിക പറഞ്ഞു നിർത്തി. അതുവരെ അവളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ ലാപ്ടോപ്പിൽ നോക്കി നിന്ന ഋഷി തലയുയർത്തി അവളെ നോക്കി. ആ ഷോയുടെ ആങ്കറിനെ മാത്രം ഇതുവരെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സർ. പഴയ ആരെങ്കിലും ആങ്കർ ആക്കാതെ പുതിയ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാനാണ് ഇതിന്റെ ടീം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുവരെ ആരെയും അതിനായി കിട്ടിയിട്ടില്ല. നിഹാരിക നിരാശയോടെ പറഞ്ഞു. എങ്കിൽ ആങ്കറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കൂ. നമ്മുടെ ചാനലിലും അതിനെപ്പറ്റി ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. ഉറപ്പായും ഇതിനു വേണ്ടി ഒരുപാട് പേർ അപ്ലൈ ചെയ്യും. അതിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പേർക്ക് ഒരു ഇന്റർവ്യൂ വെക്കണം. പിന്നെ പറ്റിയ ഒരാളെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഋഷി പറഞ്ഞതെല്ലാം പോയിന്റ് ചെയ്ത് വെച്ചെങ്കിലും നിഹാരിക അവിടെ നിന്നും പോകാതെ എന്തോ വീണ്ടും പറയാനുള്ളത് പോലെ അവിടെ തുടർന്നു. എന്താ നിഹാരിക, നിനക്കെന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ സർ, പേഴ്സണലായി സാർ എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഗുഡ് ന്യൂസ് ആണ്, മറ്റേത് ബാഡ് ന്യൂസും. നിഹാരിക മടിച്ചുകൊണ്ട് പറഞ്ഞതും ഋഷി അവളെ ഒരു ചിരിയോടെ നോക്കി. അതൊന്നും കുഴപ്പമില്ല നിഹാരിക, എന്തായാലും ആദ്യം ഗുഡ് ന്യൂസ് എന്താന്ന് പറയൂ. ഋഷി പുഞ്ചിരിയോടെ ആവശ്യപ്പെട്ടു. സർ, നമ്മുടെ കമ്പനിക്ക് പരസ്യങ്ങൾ കിട്ടാതിരുന്ന ഇഷ്യൂസ് എല്ലാം ശരിയായി. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ആ പ്രശ്നം പരിഹരിച്ചു. പരസ്യം നമ്മുടെ മീഡിയ ചാനലിന് തരാനായി ഒരുപാട് കമ്പനികൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിഹാരിക സന്തോഷത്തോടെ പറഞ്ഞു. ഇന്നലത്തെ പ്രോഗ്രാമിൽ യാദവിനെ തല്ലിയ കാര്യം ഋഷി ഓർത്തു. എന്താ സർ? അവന്റെ മുഖഭാവം കാണേ നിഹാരിക സംശയത്തോടെ ചോദിച്ചു. ഹേയ്, അതൊന്നുമില്ലടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് നോക്കിയേക്കാൻ വിളിച്ചു പറഞ്ഞതായിരുന്നു ആ കാര്യം. അവൻ എന്തായാലും കാര്യങ്ങൾ വേഗം നടത്തി. ഒരു ദിവസം കൊണ്ട് റിസൾട്ട് വന്നു. അതെന്തായാലും നന്നായി. ദിസ് ഈസ് ബെറ്റർ. ഇത് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായാലും കൂട്ടും. ഋഷി ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ടപ്പോൾ നിഹാരിയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു. ട്രൈ മീഡിയയിലെ വലിയൊരു പ്രശ്നം തീർന്നു കിട്ടിയതിൽ ഋഷി ശരിക്കും ആശ്വസിച്ചിരുന്നു. അവന്റെ മനസ്സ് വീണ്ടും ഹെർബൽ മെഡിസിനിലേക്ക് തിരിഞ്ഞിരുന്നു ആ നിമിഷം. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് ആ ഹെർബൽ മെഡിസിന്റെ റിസർച്ചിലേക്ക് ഇറങ്ങാം. അതും ചിന്തിച്ച് നിന്നപ്പോഴാണ് നിഹാരിക മറ്റൊരു വാർത്ത കൂടിയുണ്ടെന്ന് പറഞ്ഞത് ഋഷി ഓർത്തത്. ഇനി എന്താ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞോളൂ നിഹാരിക. ഋഷി സംശയത്തോടെ നിഹാരികയോട് പറഞ്ഞു. സർ, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വർമാസ് കമ്പനിയിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ സാർ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അതിനെപ്പറ്റിയാ. ശ്രീലക്ഷ്മി മാഡം തന്റെ ഷെയർ വർമാസ് കമ്പനിക്ക് തന്നെ എഴുതി കൊടുത്തു എന്നത് ശരിയാണ്. നിലവിൽ വർമാസ് കമ്പനി മഹാദേവി മാഡത്തിന്റെ ഫുൾ കൺട്രോളിലാണ് കാര്യങ്ങൾ പോകുന്നത്. താൻ അറിഞ്ഞ കാര്യങ്ങൾ നിഹാരിക ഋഷിയോട് വ്യക്തമായി പറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതെന്തായാലും വിട്ടോ, ബാക്കി ഞാൻ നോക്കാം. കുറച്ച് ദിവസത്തേക്ക് അവരാ സന്തോഷം നന്നായി എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് കൊടുക്കാനുള്ളത് കൊടുക്കാം. ശ്രീലക്ഷ്മി ഇക്കാര്യം ഇതുവരെ തന്നോട് പറയാതിരുന്നതിൽ ഋഷിക്ക് സങ്കടമുണ്ടായിരുന്നു. എങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. ഇനിയും നീ എന്താ അവരെ അവിശ്വസിക്കാത്തത്? നീ എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ
ഞാനിത് തടയുമായിരുന്നല്ലോ. നീ എന്തിനാ ശ്രീലു ഇങ്ങനെ ചെയ്തേ? ഋഷി ഓരോ ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ച് സങ്കടപ്പെട്ടു. പക്ഷേ എത്രയും പെട്ടെന്ന് അവളുടെ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അത് മാത്രമല്ല സർ, ശ്രീലക്ഷ്മി മാഡത്തിന്റെ സ്വന്തം കമ്പനി ഇപ്പോൾ ഒരുപാട് നഷ്ടത്തിലാണ്. ഷെയർ മാർക്കറ്റിൽ സംഭവിച്ച ഇടിവിൽ നിന്ന് മാഡം ഇതുവരെ കരകയറിയിട്ടില്ല. ഈ കുറച്ച് മാസങ്ങൾ അത് കാരണം അവർ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ പ്രോപ്പർ സപ്പോർട്ടില്ലെങ്കിൽ അവർ കമ്പനി എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വരും. ഇപ്പോൾ തന്നെ ആ കമ്പനി പൂട്ടുവെന്ന റൂമർ പടർന്നിട്ടുണ്ട്. അത്രയ്ക്ക് നഷ്ടത്തിലാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിഹാരിക പറഞ്ഞതൊക്കെ കേട്ട് ഋഷി ചിന്തയിൽ മുഴുകി. ഇതിനകം തന്നെ നമ്മുടെ കമ്പനി ആ കമ്പനിയെ 4 കോടി കൊടുത്ത് രക്ഷിച്ചതാ ഒരു തവണ. ഇനിയും അത് തന്നെ വീണ്ടും ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം കമ്പനി പൂട്ടുന്നതാണ് നല്ലത്. താൻ ചെല്ല്, നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. ഋഷി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നതിനിടയിൽ നിഹാരികയോട് പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊരാശയം മനസ്സിൽ വന്നതും അവൻ ആവേശത്തോടെ നിഹാരികയെ നോക്കി. നിഹാരിക, കുറച്ചു മുമ്പ് നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? ആ പുതിയ ഷോയ്ക്ക് നമുക്ക് ഹോസ്റ്റില്ലെന്ന്. ശ്രീലക്ഷ്മിയെ നമുക്ക് ഹോസ്റ്റാക്കിയാലോ? അവളതിന് സ്യൂട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം വേറെ ആഡൊന്നും കൊടുക്കണ്ട. ശ്രീലക്ഷ്മിയെ നീ ഇങ്ങനൊരു ഓഫർ ഉണ്ടെന്ന് അറിയിക്കണം. അവൾ വന്ന സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് നടത്തണം. അവൾക്കതിനുള്ള കഴിവുണ്ട്. പണ്ട് എന്തോ മീഡിയ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ശ്രീലക്ഷ്മി അതിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവള് സ്വയം പരിശ്രമിച്ച് വിജയിക്കട്ടെ. ഞാൻ നേരിട്ട് അവളെ അതിനായി അപ്പോയിന്റ് ചെയ്യുന്നില്ല. അവൾ അതിന് ആപ്റ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയാൽ മാത്രം ഈ അവസരം അവൾക്ക് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഋഷി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ സർ, എങ്കിൽ ഞാൻ പോയി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നിഹാരിക അതും പറഞ്ഞ് അവിടെ നിന്നും പോകാനായി തിരിഞ്ഞു. നിഹാരിക, ഒരു മിനിറ്റ്. ഋഷി പെട്ടെന്ന് അവളെ വിളിച്ചു. നാഗപത്നി എന്നൊരു ഔഷധ സസ്യത്തെപ്പറ്റി താൻ കേട്ടിട്ടുണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല സർ. അതെന്താണെന്ന് മനസ്സിലാക്കാതെ അവൾ പറഞ്ഞു. ഓക്കെ നിഹാരിക, താൻ പൊയ്ക്കോ. തലയാട്ടിക്കൊണ്ട് നിഹാരിക പോയി കഴിഞ്ഞതും ഋഷി തന്റെ റോളിംഗ് ചെയറിൽ ചാരി വെറുതെ ഇരുന്നു. അതിനുശേഷം അവന് കമ്പനി ജോലിയിൽ കാര്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. എല്ലാം ഒന്ന് ശരിയായി വന്നെന്ന് കരുതിയതാ. പക്ഷെ ഇത് മാത്രം ഇങ്ങനെ പെൻഡിങ്ങായി നിൽക്കുവാണല്ലോ. ശോ, എന്തൊരു കഷ്ടമായത്. ഋഷി സ്വയം തന്റെ തലയ്ക്കൊരു കൊട്ടുകൊടുത്തു. അന്നത്തെ ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഋഷി മീനാക്ഷിയെ വിളിച്ച് തന്റെ ഹോട്ടലിന്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു. അതും നന്നായി തന്നെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും ഇനി താൻ ഹെർബൽ മെഡിസിൻ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ഋഷി തീരുമാനിച്ചു. സമയം പോകെ പതിവ് പോലെ തന്റെ രഹസ്യ സ്ഥലത്തേക്ക് പോകാൻ ഋഷി തയ്യാറെടുത്തു. ഓഫീസിൽ നിന്നും കാറുമായി ഋഷി പുറപ്പെട്ടു. ഋഷി തന്റെ കാർ നഗരത്തിൽ നിന്നും അല്പം അകലെയുള്ള തന്റെ ലാബിലേക്ക് തിരിച്ചു. അന്നേരം പെട്ടെന്നൊരു രൂപം കാറിന് കുറുകെ ചാടി. ഋഷി സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തി. ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നിയിരുന്നു അവന്. ആരടാ ഇവിടെ നോക്കിയാണ് നടക്കുന്ന? ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ഋഷി തന്റെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴായിരുന്നു തന്റെ കാറിന് മുൻപിൽ നിൽക്കുന്ന ആ വൃദ്ധനെ ഋഷി കാണുന്നത്. അതൊരു വൃദ്ധനാണെന്ന് കണ്ടതും ഋഷി തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അപ്പുപ്പ, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇരുട്ടത്ത് റോഡിന്റെ നടുക്കൊക്കെ കയറി നിന്നാ വല്ല അപകടം പറ്റില്ലേ? ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ എന്റെ വണ്ടി ഇപ്പൊ നിങ്ങളെ ഇടിച്ചേനെ. ഋഷിയുടെ സ്വരത്തിൽ ഒരേ സമയം ദേഷ്യവും ആശങ്കയും പ്രകടമായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.